ബേട്ടി ബച്ചാവോ. കഥ എഴുതിയത് ദീപു കാട്ടൂർ. നീ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ്? കാട് കത്തുന്ന കാഴ്ച. ദീപകിന്റെ ഉത്തരം തീവണ്ടിയുടെ ജാലകചതുരത്തിന് പുറത്ത് തെന്നി നീങ്ങിക്കൊണ്ടിരുന്ന മഞ്ഞപ്പട്ടണിഞ്ഞ കടുകുപാടങ്ങളുടെ മനോഹര ദൃശ്യം നോക്കിയിരുന്ന ബാലുവിനെ തെല്ലൊന്ന് അമ്പരപ്പിച്ചു. കാട് കത്തുന്നത് മനോഹരമായ കാഴ്ചയോ? പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരനായ നിനക്കിതെങ്ങനെ ഒരു ആസ്വാദ്യകരമായ കാഴ്ചയായി അനുഭവപ്പെടും? കാട് കത്തുന്നതല്ല, കത്തിക്കുന്ന കാഴ്ച. നീ ഫയർ ലൈൻ മാർക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടുതീ തടയാനുള്ള ഒരു പരിപാടിയാണത്. കൃത്യമായ ഇടവേളകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പരിപാടി. നിനക്ക് എൻ്റെ സുഹൃത്ത് രാഹുലിനെ അറിയാമല്ലോ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ രാഹുൽ കൃഷ്ണൻ. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ദേശീയ അവാർഡ് ജേതാവ്. ഞങ്ങൾ ഒരുമിച്ച് കാട്ടിലേക്കുള്ള ഒരു യാത്രയിൽ രാഹുൽ പകർത്തിയ ഒരു ഫോട്ടോയ്ക്കായിരുന്നു അവന് അവാർഡ് ലഭിച്ചത്. ദീപകിന്റെ ഓർമ്മകളിൽ തേക്കടി തടാകത്തിനു മുകളിലെ കറുത്തിരുണ്ട കാട്ടുനീലിമയിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന അഗ്നിരേഖകൾ തെളിഞ്ഞു വന്നു. കാടിനു മുകളിലായി പരന്നൊഴുകുന്ന നിലാവ്. നിലാവും കാടും അഗ്നിയും ചേർന്ന് താഴെ തടാകത്തിലൊരുക്കുന്ന മനോഹര ദൃശ്യത്തിൽ രാത്രി വെള്ളം കുടിക്കാനെത്തിയ മൃഗങ്ങളുടെ കൂട്ടം. ഇതെല്ലാം ചേർന്ന ആ സുന്ദര ദൃശ്യം അവൻ്റെ ക്യാമറ ഒപ്പിയെടുത്തു. അവൻ എത്ര തവണ ക്ലിക്ക് ചെയ്തെന്നറിയില്ല. എനിക്ക് എന്തായാലും ഈ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ല. അണയാറായ സിഗരറ്റിന്റെ അഗ്നിസ്ഫുലിംഗം മറ്റൊന്നിലേക്ക് പകർന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പ്രവീൺ പറഞ്ഞു. വീട്ടിൽ സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കാത്ത ഭാര്യയോടുള്ള പ്രതിഷേധമാണ് ഈ കൊടുങ്കാട്ടിലെ ഫോറസ്റ്റ് ഐബിയിൽ വന്നിവൻ വലിച്ചു തീർക്കുന്നത്. രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വലിച്ചു മാത്രമല്ല, കുടിച്ചും പ്രതിഷേധിക്കും ഞാൻ. മാജിക് മൊമെന്റിന്റെ കഴുത്ത് ഗ്ലാസിലേക്ക് ചരിച്ചുകൊണ്ട് പ്രവീൺ പറഞ്ഞു. തങ്കച്ചൻ ചേട്ടൻ 6:30-ക്കെത്തും. മണി 2 കഴിഞ്ഞു. 2-3 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടേ? ദീപക് ഓർമ്മിപ്പിച്ചു. ഫോറസ്റ്റ് വാച്ചറായ തങ്കച്ചൻ ചേട്ടനായിരുന്നു അവരുടെ ഗൈഡ്. ONVയുടെ ഗോതമ്പുമണിയിലെ നായിക ദേ പോണു. ബാലു തോണ്ടി വിളിച്ചപ്പോഴാണ് ഓർമ്മയുടെ ചരട് മുറിഞ്ഞത്. ശരിയാണ്, കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. പാറി പറന്ന തലമുടിയുമായി പിഞ്ഞി തൂങ്ങിയ വസ്ത്രങ്ങൾ ചുറ്റിയ ഒരു യുവതി ഉണങ്ങിയ കരിമ്പിൻ തണ്ടിന്റെ കെട്ട് തലയിൽ വെച്ച് റെയിൽവേ ട്രാക്കിന് താഴെ വയലിനരികിലൂടെ നടന്നു പോകുന്നു. അവളുടെ ചുമലിൽ ചേലത്തുമ്പുകൊണ്ട് കെട്ടിവച്ചിരിക്കുന്നത് ഒരു കുഞ്ഞാണെന്ന് ആദ്യ കാഴ്ചയിൽ മനസ്സിലാകില്ല. ഉത്തരേന്ത്യൻ ദളിത് സ്ത്രീയുടെ നേർചിത്രം. കുറേ നാളുകളായുള്ള ആഗ്രഹമായിരുന്നു ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ചുറ്റിക്കാണുക എന്നത്. യാത്ര പ്രധാനമായും ട്രെയിനിൽ തന്നെ. പ്രധാന സ്റ്റേഷനുകളിൽ ഇറങ്ങി ബസ്സുകളിൽ കയറി ഗ്രാമക്കാഴ്ചകൾ കണ്ട് വീണ്ടും അടുത്ത ട്രെയിനിൽ അടുത്ത സ്റ്റേറ്റിലേക്ക്. ബാലു നല്ല കമ്പനിയാണ്. യാത്ര പോകുന്നത് എപ്പോഴും സമാന ചിന്താഗതിക്കാരോടൊപ്പമാകണം. വണ്ടി ഝാൻസി സ്റ്റേഷനിലെത്തി. കോട്ടയുടെ മാതൃകയിലുള്ള സ്റ്റേഷൻ കെട്ടിടത്തിന് വെള്ളയും ചെങ്കല്ല് നിറവും കലർന്ന ഡിസൈൻ. മുകളിലായി വീരാങ്കന ലക്ഷ്മിബായ് ഝാൻസി സ്റ്റേഷൻ എന്നെഴുതിയിട്ടുണ്ട്. കുറച്ചു മാറി ഉയർന്നു ചാടുന്ന കുതിരപ്പുറത്ത് ഊരിപ്പിടിച്ച വാളും ചുമലിൽ കെട്ടിവെച്ച കുഞ്ഞുമായി പോരാട്ട വീതിയിലെ ധീര വനിത ഝാൻസി റാണിയുടെ ശില്പം. ശില്പത്തിൽ നോക്കിയിരുന്നപ്പോൾ വണ്ടി ചലിച്ചു തുടങ്ങി. ശില്പം കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ബോർഡ് കണ്ടു. അല്പം മുമ്പ് കണ്ട യുവതിയും കുഞ്ഞും ഓർമ്മയിലേക്ക് വന്നത് എന്താണെന്നറിയില്ല. ഓർമ്മയുടെ നൂൽ മുറിഞ്ഞ് മനസ്സ് വീണ്ടും തേക്കടി കാട്ടിലേക്ക് എത്തി. മുന്നിൽ നിന്ന് അരിവാളുമായി ഞങ്ങളെ നയിക്കുന്ന ഫോറസ്റ്റ് വാച്ചർ തങ്കച്ചൻ. ശബ്ദമുണ്ടാക്കാതെ പിന്നിലായി ഒരു വരിയിലായി ഞങ്ങൾ മൂവരും. കാടിൻ്റെ നിയമം അങ്ങനാണ്. അതിക്രമിച്ച് അവിടെ കയറുന്നവർ മനുഷ്യരായ നമ്മളാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ ചില പക്ഷികളും ചെറിയ മൃഗങ്ങളും പ്രത്യേക ശബ്ദമുണ്ടാക്കും. അപകടകാരിയായ ഇരുകാലി മൃഗം കാട്ടിൽ അതിക്രമിച്ചു കയറി എന്ന മുന്നറിയിപ്പ് സന്ദേശമാണത്. ആംഗ്യങ്ങളിലൂടെ മാത്രം സംസാരിക്കുക, മങ്ങിയ നിറത്തിലുള്ള വസ്ത്രം മാത്രം ധരിക്കുക, യാതൊരു വിധത്തിലുമുള്ള സുഗന്ധലേപനവും ഉപയോഗിക്കരുത്.
തുടങ്ങിയ നിർദ്ദേശങ്ങൾ സ്ഥിരമായി കാട് കയറുന്ന രാഹുൽ ഞങ്ങൾക്ക് നൽകിയിരുന്നു. മണിക്കൂറുകളോളം ക്യാമറയുമായി നല്ലൊരു ചിത്രം പകർത്തുവാൻ കാത്തിരിക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. കബനിയിലും ബന്ദിപ്പൂരിൽ നിന്ന് അവൻ പകർത്തിയ ചിത്രങ്ങൾ കണ്ട് ആവേശം കൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ് കാടനുഭവമില്ലാത്ത ഞങ്ങൾ ഇരുവരും. ഇടയ്ക്ക് തങ്കച്ചൻ ചേട്ടൻ ആംഗ്യം കാണിക്കുമ്പോൾ ഞങ്ങൾ നിൽക്കും. കരടിയുടെ കാഷ്ടം, പുലിയുടേതും കടുവയുടേതുമായുള്ള വ്യത്യാസം ഇതൊക്കെ കാണിച്ചു തന്ന് അയാൾ വിസ്തരിച്ചപ്പോഴാണ് പഴക്കമില്ലാത്ത ആനപ്പിണ്ടം വഴിയിൽ കണ്ടത്. തങ്കച്ചൻ ചേട്ടൻ അത് തൊട്ടുനോക്കി ഏകദേശ സമയം ഗണിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ആംഗ്യം കാണിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾ നിന്നു. മൂക്കുവിടർത്തി ചുറ്റുപാടും നോക്കി. ചൂരടിക്കുന്നുണ്ട്, ആനച്ചൂര്, അയാൾ പറഞ്ഞു. അടുത്ത ആനയുണ്ട്, പതിയെ സൂക്ഷിച്ചു നടക്കുക. ചൂരടിച്ച ദിശ നോക്കി അയാൾ പറഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് നിന്നു. അയാൾ വിരൽ ചൂണ്ടിയിടത്തേക്ക് ഞങ്ങൾ നോക്കി. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ചെമ്മണ്ണ് പുരണ്ട ആനയുടെ പുറംഭാഗമാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. നമ്മൾ എത്ര ആനയെ കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ നോക്കിയപ്പോഴാണ് ഇത് കാടാണല്ലോ എന്നും കാലിൽ തുടലും കൂടെ പാപ്പാനുമില്ലാത്ത കാട്ടാനയാണല്ലോ മുന്നിലെന്നും ഓർമ്മ വന്നത്. ചെറിയൊരു തരിപ്പ് കാലിൽ നിന്നരിച്ച് മുകളിലേക്ക് കയറുന്നത് പോലെ. തങ്കച്ചൻ ചേട്ടൻ്റെ വിരലുകളുടെ പിന്നാലെ നോക്കി എണ്ണി. 2, 3, 7. കാട്ടാനക്കൂട്ടത്തിൽ പെട്ടുപോയോ? ഓടണ്ടേ? രാഹുലിനോട് പ്രവീണിൻ്റെ ചോദ്യം. തൻ്റെ ക്യാമറ സൂം ചെയ്യുന്ന തിരക്കിലായിരുന്ന അവൻ പറഞ്ഞു, സമയമായില്ല, ചാർജ് ചെയ്താലേ ഓടേണ്ട കാര്യമുള്ളൂ. ഇത് കുഴപ്പക്കാരല്ല എന്ന് തോന്നുന്നു. തുമ്പിക്കൈ ചുരുട്ടി മുതുകു വളച്ച് മുൻകാലുകൾ കൊണ്ട് ചുരമാന്തി ആന ചാർജ് ചെയ്യുന്നതെങ്ങനെയെന്ന് കാറിലിരുന്ന് രാഹുൽ പറഞ്ഞു തന്നിരുന്നു. ഞാൻ ചുറ്റും നോക്കി. പിന്നിട്ട വഴിയിലൂടെ തിരിച്ചോടിയാലും അടുത്ത കിടങ്ങ് ചാടിക്കടക്കാൻ കുറേ ദൂരമുണ്ട്. അപ്പോഴതാ തങ്കച്ചൻ ചേട്ടൻ ശബ്ദമുയർത്തി ആനകളോട് സംസാരിക്കുന്നു. ഗോത്രഭാഷയോടൊപ്പം തമിഴും മലയാളവും കലർത്തിയുള്ള സംസാരം. അതേതാണ്ട് ഇങ്ങനെയായിരുന്നു: നിങ്ങളും ജീവിക്കാനായി ഭക്ഷണം തേടുന്നു, ഞങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തില്ല, ഞങ്ങളെയും ഉപദ്രവിക്കരുത്. കുഞ്ഞുകുട്ടി പ്രാരാബ്ധക്കാരാണ്. നാട്ടിൽ വെച്ചാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ അതൊരു തമാശയായേനെ. പക്ഷേ ഈ കാട്ടിൽ വെച്ച് അയാൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ചിരി വരുന്നില്ല. അയാൾ പറഞ്ഞത് മനസ്സിലായിട്ടാണോ എന്തോ. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിച്ചവൻ ഒന്ന് പാളി നോക്കി തീറ്റ തുടർന്നു. 10 रुपये സാബ്, 10 रुपये. ചിലമ്പിച്ച പരുക്കൻ ശബ്ദം തന്നെ ചിന്തയിൽ നിന്നുണർത്തി. കീ ചെയിൻ, ഗ്ലൗസ്, തൊപ്പി, അങ്ങനെ പലവിധ സാധനങ്ങളും വിൽക്കുന്ന പലരും ഇതിനോടകം ട്രെയിനിൽ വന്നുപോയിരുന്നു. പക്ഷേ ഇതെന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ല. കുർത്തയും ധോത്തിയും തൊപ്പിയും ധരിച്ച് വീതിയേറിയ ബെൽറ്റിൽ തോളിൽ തൂക്കിയ തടിപ്പെട്ടിയുമായി ഒരാൾ. ഒറ്റ നോട്ടത്തിൽ ഹാർമോണിയം പോലെ തോന്നിച്ച പെട്ടിയിൽ ചെറിയ കുറച്ച് ടിന്നുകൾ, പഞ്ഞി, ചെറിയ തുണി. അയാളുടെ കയ്യിൽ പെൻസിലോളം പോന്നൊരു നേർത്ത സ്റ്റീൽ കമ്പി. ബാലുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ അവനും ഒന്നും പിടികിട്ടിയില്ല എന്ന് മനസ്സിലായി. എതിർ സീറ്റിലിരുന്ന ഹിന്ദിക്കാരൻ അയാളെ കൈകാട്ടി വിളിച്ചു. അയാളുടെ അരികിൽ ചെന്നിരുന്ന ധോത്തിവാല കയ്യിലുള്ള കമ്പി ഒരു ടിന്നിലെ ദ്രാവകത്തിൽ മുക്കി പഞ്ഞി കൊണ്ട് തുടച്ചു. തൊപ്പിയിലെ ബട്ടണിൽ ഞെക്കിയപ്പോൾ തലയിൽ ഒരു വെളിച്ചം ഉദിച്ചു. തൻ്റെ മുഖം അയാളുടെ ചെവിയിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ആ കമ്പി പതിയെ അയാളുടെ ചെവിയിലേക്ക് കടത്തുന്നു. ചെവി ക്ലീനിങ് ആണിതെന്ന് മനസ്സിലായ ബാലുവിൻ്റെ മുഖത്ത് ഒരു പുച്ഛ ചിരി. വണ്ടിയുടെ താളത്തിനൊത്ത ചലനത്തിനോടൊപ്പം അയാളും ചെവി തോണ്ടിയും ആടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലെ ENT ഡോക്ടർ എത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്ന കാര്യമാണ് ഓടുന്ന ട്രെയിനിലിരുന്ന് ഇയാൾ ചെയ്യുന്നതെന്ന് ഓർത്ത് അത്ഭുതം തോന്നി. തീവണ്ടിയുടെ വേഗത കുറയുന്നു. സിഗ്നലിനായി ഔട്ടറിൽ പിടിച്ചിട്ടതാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പുറത്തു നിന്നൊരു ബഹളം കേട്ടു. താഴെ റോഡിലൂടെ ഒരാൾക്കൂട്ടം ആർത്തു വിളിച്ചുകൊണ്ട് പോകുന്നു. ആ കാഴ്ച കണ്ട് താൻ ഭയന്നുപോയി. ആൾക്കൂട്ടത്തിന് മധ്യത്തിലായി കഴുതപ്പുറത്ത് ഒരു പെൺകുട്ടി. ഏതാണ്ട് പൂർണ്ണമായും നഗ്നയായ അവളുടെ കഴുത്തിൽ ഒരു ചെരുപ്പുമാല അണിയിച്ചിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ ചിലർ ആക്രോശത്തോടെ ഇടയ്ക്കിടയ്ക്ക് അവളെ മർദ്ദിക്കുന്നുമുണ്ട്.
എന്താ സംഭവമെന്നറിയാൻ അടുത്തിരുന്ന ഹിന്ദിക്കാരനോട് ബാലു വിവരം തിരക്കി. ഹിന്ദിക്കാരനും ധോത്തിവാലയും പുറത്തേക്ക് നോക്കി നിസാര ഭാവത്തിൽ പറഞ്ഞു, അത് ഖാപ്പ് പഞ്ചായത്തിൻ്റെ ശിക്ഷയാണ്. മറ്റ് ജാതിക്കാരനോടൊപ്പം ഓടിപ്പോയവളെ ശിക്ഷിക്കുന്നതാണ്. ഇതിവിടെ അത്ര അസാധാരണമായ കാഴ്ചയല്ലെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. സൈറൺ മുഴക്കി വണ്ടി മുന്നോട്ട് നീങ്ങി. പുറത്ത് ടോയ്ലറ്റ് ബ്ലോക്കിൽ വലുതായി എഴുതി വച്ചിരിക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ബോർഡ് കണ്ടു. വണ്ടി അടുത്ത സ്റ്റേഷനിലെത്തി. ഇതേത് വീരാംഗനയുടെ പേരിലുള്ള സ്റ്റേഷനാണോ എന്തോ. ആരോടെന്നില്ലാതെ ബാലു പിറുപിറുക്കുന്നുണ്ടായിരുന്നു.